ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. തിരുവചനത്തിന് മുൻപാകെ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് ഇടപെടണമേ. പൊന്നു കർത്താവിൻ്റെ മഹിമയുള്ള മുഖം ഞങ്ങൾക്ക് കാണുവാൻ, പൊന്നു കർത്താവ് തിരുവായി മൊഴിയുന്നത് കേൾക്കുവാൻ, ഞങ്ങളുടെ കർത്താവിനോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന തിരുവചനത്തെ അടിയങ്ങൾക്ക് നിവർത്തിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളുടെ മധ്യേ അധ്യക്ഷനായി ഹൃദയങ്ങളിൽ പ്രവർത്തിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൊന്നു കർത്താവ് തന്നെ നല്ല ഗുരു ഞങ്ങൾക്ക് തിരുവചനങ്ങളെ അറിയിച്ചു തരണമേ. അവിടുത്തെ പുത്രനെ ഞങ്ങളിൽ ഉയർത്തണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. സ്തോത്രം. നമ്മുടെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ദയവായിട്ട് വായിപ്പാനായി താല്പര്യപ്പെടുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Somebody from the Sunday school students read in English. Yeah. Blessed are those who hunger and thirst for righteousness, for they shall be filled and satisfied. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ക്രമമായിട്ട് അതിൻ്റെ മുകളിലുള്ള തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞു. ഈ വാക്യം മുകളിൽ പറഞ്ഞ വാക്യങ്ങളുടെ ഒരു നാച്ചുറലായിട്ടുള്ള ഔട്ട്കമാണ് 6-ാം വാക്യം എന്നുള്ളത്. എന്ന് വെച്ചാൽ ആത്മാവിൽ ഉള്ളതാകുന്ന ദാരിദ്ര്യ അവസ്ഥ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ തിരിച്ചറിവ് വരുമ്പോൾ, ദൈവസന്നിധാനത്തിലെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ, ഞാൻ ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കി താഴ്മയോട് വർത്തിക്കുകയും ചെയ്യുന്നവർ, അടുത്തതായിട്ട് ദൈവത്തിങ്കലേക്ക് കണ്ണുകളെ ഉയർത്തുകയാണ്. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുകയാണ്. ദൈവത്തിൻ്റെ നീതിയാൽ മാത്രമേ തൃപ്തി വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ, വിനയത്തോടെ ആ വലിയ തിരിച്ചറിവോടെ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന അവസ്ഥയാണ് ഈ 6-ാം വാക്യം. ഇത് നിശ്ചയമായിട്ടും ഒരു ഭക്തന്റെ, ഒരു ശിഷ്യന്റെ നിത്യമാകുന്ന അവസ്ഥയാണ്. നിത്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, അവൻ്റെ ഈ ഭൂമിയിൽ കർത്താവിനെ ക്രൂശെടുത്ത് അനുഗമിപ്പാൻ തുടങ്ങുന്ന, ശിഷ്യനായി തീരുന്ന ആ സന്ദർഭം മുതൽ കാഹളം ധ്വനിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മരിക്കുകയോ ചെയ്യുന്നത് വരെയുള്ള നിരന്തരമാകുന്ന ആത്മീക അനുഭവമാണ് ആയിരിക്കണം വിശപ്പും ദാഹവും. അതിനെക്കുറിച്ച് അല്പം വിശദമായിട്ട് ഈ പകൽ സമയം നമ്മൾ ചിന്തിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ നാം ശരണപ്പെടുകയാണ്. വിശപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുഡ് ആപ്പറ്റൈറ്റ്, it is a very good indication to our doctor of our physical condition. നമ്മുടെ ശാരീരിക അവസ്ഥയുടെ ഒരു നല്ല ഇൻഡിക്കേറ്ററാണ് നന്നായിട്ട് വിശപ്പുണ്ടെങ്കിൽ. ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ പാരാമീറ്റേഴ്സൊക്കെ അവർ നോക്കുമ്പോൾ അതിനകത്ത് ഒന്നാണ്, ഒരു രോഗമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വിശപ്പുണ്ടോ, ആഹാരം കഴിക്കുന്നുണ്ടോ. അപ്പോൾ നിത്യമായിട്ട് അല്ലെങ്കിൽ നിരന്തരമായിട്ട് വിശപ്പില്ലാതിരിക്കുന്ന അവസ്ഥ, it is an indication to a deeper physical problem. വിശപ്പില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശാരീരിക അവസ്ഥയിൽ നമുക്കേതോ കാര്യമാകുന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ പ്രത്യേക വേദഭാഗത്തുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നതാകുന്ന വിഷയം ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. ഇതിനെ ദൈവവചനത്തിൽ പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
അതിൻ്റെ അർത്ഥവ്യാപ്തി ഇതാണ്: പാഷണറ്റ് ഡിസയർ, അത്യുത്കടമാകുന്ന വാഞ്ച, ഡ്രൈവിംഗ് പർസ്യൂട്ട് ആൻഡ് ഹെവി ലോങ്ങിങ്, അഗാധമാകുന്ന വാഞ്ച. ഈ അർത്ഥങ്ങളാണ് വിശപ്പും ദാഹവും എന്ന വാക്കിനാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ. പ്രിയമുള്ളവരെ, നമുക്ക് നിശ്ചയമായിട്ട് ഇവിടെ ഭക്ഷണത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഏത് സമയത്തും നമുക്ക് ഫുഡ് കിട്ടും, എപ്പോഴും ഭക്ഷണം അവൈലബിളാണ്. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ഇത് പറയുന്ന ആ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ബിബ്ലിക്കൽ ടൈംസിൽ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് റെഡിലി അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ദൂരെ യാത്ര പോയിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. അത് പ്രിസർവ് ചെയ്ത് വെക്കാനുള്ളതാകുന്ന സംവിധാനമോ റെഫ്രിജറേറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വായിക്കുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ എടുത്ത് വായിക്കണ്ട, ഞാൻ പെട്ടെന്ന് അങ്ങ് പറയാം. ഒരുവൻ വെളിം പ്രദേശത്ത് വേട്ടയ്ക്ക് പോയി മടങ്ങി വന്നപ്പം അനിയൻ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുക, പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ സ്മെല്ല് അടിച്ചപ്പോ തന്നെ ക്ഷീണിച്ചു വന്ന ഇദ്ദേഹം പറഞ്ഞു, അത് കുറച്ച് എനിക്കിങ്ങോട്ട് തരിക. എന്നിട്ട് അടുത്ത് പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കണം. യാക്കോബ് പറഞ്ഞു, ഓക്കെ നിന്റെ ജ്യേഷ്ഠാവകാശം ഇങ്ങ് തന്നേരം, ഇത് ഞാൻ തന്നേക്കാം. അവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം, അയ്യോ ഞാൻ മരിക്കുക എന്നേ പിന്നെ ജ്യേഷ്ഠാവകാശം കൊണ്ട് ഇരുന്നിട്ട് എന്നാ കാര്യം, ഇന്നാ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഭാഗം എടുത്തത് അതിൻ്റെ ആ കാഠിന്യമാകുന്ന അവസ്ഥ. He was at the verge of dying, at the point of death if he couldn't eat. അപ്പം കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് വരുന്ന ഒരവസ്ഥ, കുടിച്ചില്ലെങ്കിൽ, ജലം കുടിച്ചില്ലെങ്കിൽ മരിച്ചു പോകും എന്ന് വരുന്നതാകുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, ഈ അവസ്ഥയാണ് യേശു കർത്താവ് ഈ ബിയാറ്റിറ്റ്യൂഡിൽ പറയുന്നത്. വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള ദാഹമാണെന്നുള്ളത് അവിടെ കർത്താവ് തന്നെ പറയുകയാണ്. നോക്കുക, ഈ ഒരു അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഗാധമാകുന്ന വാഞ്ച. പഴയ നിയമത്തിൽ വിശേഷിച്ച സങ്കീർത്തന പുസ്തകത്തിൽ ചില വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ 119 സങ്കീർത്തനം അതിന്റെ 20 വാക്യത്തിൽ നിന്റെ വിധികൾക്കായുള്ള നിത്യ വാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. I long for your precepts, O Lord. നിത്യമാകുന്ന വാഞ്ച. I thirst for your word. 42 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നോക്കുക, ആ ഇമേജറി ഒന്ന് ശ്രദ്ധിക്കണം. ഓടി അലഞ്ഞ് ക്ഷീണിച്ച് അണച്ചു വരുന്ന ആ മാന് ജലത്തിന്റെ സ്രോതസ്സിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ ഭക്തൻ പറയുക, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ. My pursuit, my deep longing is to you, O Lord. 63 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ ഇത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത്, നോക്കുക, വെള്ളമില്ല, ഉണങ്ങി വരണ്ടിരിക്കുന്നു. അവിടെ എൻ്റെ ഉള്ളം
നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. That intense thirst, intense pursuit after God. The common trait in every saint of God in the biblical times is this: they had that hunger and thirst after God. ദൈവവചനത്തിൽ കാണുന്ന വിശുദ്ധന്മാരുടെ എല്ലാം ഒരു പൊതുവായ സ്വഭാവമുണ്ട്. ദൈവം ഉപയോഗിച്ച സകല ഭക്തന്മാരുടെയും പൊതുവായ ഒരു സ്വഭാവമുണ്ട്. അതെന്താണെന്നറിയാമോ? അവർക്ക് കർത്താവിനോടുള്ളതാകുന്ന വാഞ്ഛയായിരുന്നു. മോശ ദൈവത്തെ മുഖാമുഖം അറിഞ്ഞവനാ. എന്നാൽ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ മോശ പറയുന്നത്, ദൈവമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. Lord, may I know you, that you may have grace upon me, mercy upon me. May I know you. പൗലോസ് എന്താ പറഞ്ഞത്? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ചിലതൊക്കെ പുറകിൽ അറിയുന്നു. എന്നിട്ട് താഴോട്ട് പറയുക, ഞാൻ അവനെ അറിയേണ്ടതിന്, that I may know him. എന്നിട്ട് പറയുക, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ചവറന്ന് എണ്ണുന്നു. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ തന്റെ സ്നേഹിതർക്ക് വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥന എന്ത്? അവർ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരണം. So the common trait of every saint of God in the Bible is this: they had that intense longing and thirst after God. പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ളതാകുന്ന ആ അഭിവാഞ്ച. Now, why we experience so little of God? എന്തുകൊണ്ടാ നാം ദൈവത്തെ അല്പം മാത്രം അറിയുന്നത്? എന്തുകൊണ്ടാ ആത്മീക ജീവിതം ഒരു ബിസിനസ് ആസ് യൂഷ്വൽ ആയിരിക്കുന്ന, ഓൾമോസ്റ്റ് പ്രഡിക്റ്റബിൾ ആയിരിക്കുന്ന അനുഭവം മാത്രമായിരിക്കുന്നത്? അതിന് കാരണം ഇതാണ്: we have no longing and thirst after God. Time after time and week after week, there is no change. Why? തുടങ്ങിയപ്പോഴും അത് തന്നെ, ഇപ്പോഴും ഇങ്ങനെ തന്നെ. എന്താ കാരണം? എന്നാ വേദപുസ്തകത്തിൽ കാണുന്ന വിശുദ്ധന്മാരുടെ ജീവിതവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. എന്താ കാരണം? ദൈവത്തോടുള്ള വാഞ്ഛ നമുക്കില്ലെന്നുള്ളതാ. We are content with so many things, ഇല്ലേ? ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ അങ്ങ് കണ്ടന്റ്, നമ്മൾ തൃപ്തര. വേറെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് നമ്മെ നിറയ്ക്കുവാനായിട്ട് ഉള്ള അവസരമില്ല. There is no room left that God would fill us. And we are so filled that we don't hunger and thirst. നമ്മൾ പലതുകൊണ്ടും നിറഞ്ഞിരിക്കുകയാ, നമുക്ക് വിശക്കുന്നില്ല. ഇവിടെ ശരിയായി ദൈവത്തോട് അഗാധമാകുന്ന വാഞ്ഛയുള്ള, വിശപ്പുള്ള, ദാഹമുള്ള ഒരു വിശുദ്ധന് വേണ്ടി ഈ മെനു കാർഡിൽ ദൈവം എന്താ ഓഫർ ചെയ്യുന്നത്? Come with me. ഈ മെനുവിൽ എന്താണ് ദൈവം ഓഫർ ചെയ്തേക്കുന്നത്? ദൈവം ഓഫർ ചെയ്തേക്കുന്നത്, ദയവായിട്ട് അവിടെ ശ്രദ്ധിക്കുക, നീതി. ഇല്ലേ? വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഒരുവന് വേണ്ടി ദൈവം ഓഫർ ചെയ്തിരിക്കുന്നത് നീതി. എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ വിശദമാക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ശാരീരിക അവസ്ഥ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിന്
ആഹാരം കിട്ടിയില്ലെങ്കിൽ ശരീരം ക്ഷയിക്കാൻ തുടങ്ങും, നാം മരിച്ചു പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ അകത്തെ മനുഷ്യന് ദൈവം ഓഫർ ചെയ്യുന്ന ഫുഡ് അത് കിട്ടുന്നില്ലെങ്കിൽ നാം മരിച്ചു പോകും. നാം വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കണം. ഇവിടെ ദൈവം ഓഫർ ചെയ്യുന്ന ഈ ഭക്ഷണം എന്ത്? ദൈവവചനം പറയുന്നു നീതിയാണ്. നീതി എന്നുള്ളത് പല അർത്ഥ വ്യാപ്തിയിൽ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ നീതി നമ്മുടേതായിട്ട് ദൈവം കണക്കിട്ടു. ദാറ്റ് ഈസ് ലീഗൽ റൈച്ചസ്നെസ്. That God justifies a sinner completely on the ground of grace. ഒരു പാപിയെ ദൈവം നീതിമാനായിട്ട് പ്രഖ്യാപിക്കുന്നു ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ. യേശുവിൻ്റെ നീതി നമ്മുടേതായിട്ട് കണക്കിടുന്നു. ആ അർത്ഥത്തിൽ നീതിയെക്കുറിച്ച് ദൈവവചനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ മറ്റ് പല അർത്ഥതലങ്ങളിലും നീതിയെക്കുറിച്ച് ദൈവവചനത്തിൽ കാണുന്നു. നാം ഇപ്പോൾ കേട്ടല്ലോ, 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. പരീശന്മാരുടെ നീതി എന്ന് പറയുന്നത് കൃത്യമായി ക്രമമായി നമ്പറിട്ട് എണ്ണി കൃത്യമായത് ചെയ്യുക, പുറമേയുള്ള കാര്യങ്ങൾ. എന്നാൽ ശിഷ്യന്റെ നീതി എന്ത്? ശിഷ്യന്റെ നീതി അതിനേക്കാളും അഗാധമാണ്. ശിഷ്യന്റെ നീതി ഡൂസ് ആൻഡ് ഡോൺസിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ശിഷ്യന്റെ നീതി അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന നീതിയാണ്. അതുകൊണ്ടാണ് 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അപ്പോ ദൈവനീതി എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങൾ അതിനുണ്ടെങ്കിലും നാം വിശക്കേണ്ട ദാഹിക്കേണ്ട നീതി എന്നുള്ളത് ദൈവഹിതത്തിന് അനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവം പറയുന്നത് ചെയ്യാനായിട്ട് നമ്മൾ ഒരുങ്ങുന്നതാണ് ദൈവനീതി. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? 1-2 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഡ്യൂട്രോണമി. എനിവേ, ആവർത്തന പുസ്തകം എടുക്കുന്നത് കൊണ്ട് ഒരു മിനിറ്റ് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ എന്തെങ്കിലും പുതിയ നിയമത്തിലെ ഉപദേശം പറയാൻ പഴയ നിയമത്തിലെ കാര്യം എടുക്കണം. യെസ്, ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞിട്ട്. പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത സെറിമോണിയലായിട്ടും അവരുടെ രാജ്യത്തോട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ലിക്കബിൾ അല്ല. ഉദാഹരണത്തിന് നമ്മൾ വലിയ കാര്യമായിട്ട് ആവർത്തന പുസ്തകം 28 എടുക്കുമല്ലോ, അത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. എനിക്കറിയാം ചില ബുദ്ധിമുട്ടാണ്. അല്ല, എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അവിടെ പറഞ്ഞേക്കുന്നത് നദി മുതൽ ഇന്നിടം വരെ ആ ജിയോഗ്രാഫിക്കൽ ബൗണ്ടറി പറഞ്ഞിട്ട് അതിനകത്ത് കൊടുത്തേക്കുന്ന വാഗ്ദത്തങ്ങളാണ്. എന്നാൽ അവിടെ പറഞ്ഞേക്കുന്ന പല വാഗ്ദത്തങ്ങളും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസോടിരിപ്പാൻ, കനാൻ ദേശത്ത്. അതേ വാക്യം പുതിയ നിയമത്തിൽ വരുമ്പോൾ കനാൻ ദേശം അങ്ങ് മാറും, നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാൻ. അപ്പോൾ അങ്ങനെയെങ്കിൽ അവർക്ക് സെറമോണിയലായിട്ടും രാജ്യത്തോടുള്ള ബന്ധത്തിൽ കൊടുത്ത ആ കൽപ്പനകളും നമുക്ക് ബാധകമല്ല.
നേരെ മറിച്ച് ധാർമ്മിക നിയമങ്ങൾ ബാധകമാണ്. അങ്ങനെ ധാർമ്മിക നിയമത്തിൽപ്പെട്ട ഒന്നാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പുതിയ നിയമത്തിലെ കാര്യം തെളിയിപ്പാൻ പഴയ നിയമത്തിലെ വാക്യം എടുത്തത്. ദയവായിട്ട് വായിക്കാം. യെസ്. നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവന്റെ മുൻപാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നുവെങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും. നോക്കുക, എന്തുകൊണ്ടാണ് നാം നീതിയുള്ളവരാകുന്നത്? ഈ പ്രിൻസിപ്പളിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാറ്റമില്ല. നീതിയുള്ളവരാകണമെങ്കിൽ ദൈവമായ യഹോവ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ അലൈനിങ് വൺസെൽഫ് വിത്ത് ദ വിൽ ഓഫ് ഗോഡ്, നമ്മളെ ദൈവഹിതത്തിന് അനുരൂപമാകുവാനായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ത്? നീതി. അവിടെ അതാ നമ്മൾ വായിക്കുന്നത്. ഇത് നമ്മൾ മരിക്കുന്നതുവരെയുമുണ്ട്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ഇതേ വാക്യത്തിൻ്റെ സമാന്തര വേദഭാഗത്ത് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ഇപ്പോൾ വിശക്കുന്നവരാകുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പം കോൺസ്റ്റന്റ്ലി നിങ്ങൾക്ക് വിശപ്പാ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വിശക്കുന്നത്? ദൈവനീതി, ദൈവഹിതം, ദൈവം പറഞ്ഞ കാര്യം അതെൻ്റെ ജീവിതത്തിൽ നടക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹം. എന്നാൽ നമ്മുടെ പ്രശ്നം എന്നറിയാം, മറ്റു പലതും അങ്ങ് നിറഞ്ഞേക്കുകയാണ് ഇവിടെ. യെശയ്യാവിന്റെ പ്രവചനം 55-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം എടുത്തൊന്ന് വായിച്ചേ പെട്ടെന്ന്. 55-ന്റെ 2. അപ്പമല്ലാത്തതിന് ദ്രവ്യവും. നോക്കുക, അപ്പൊ ശരിക്കും വിശപ്പ് മാറേണ്ട കാര്യം അപ്പമാണ്. അത് മേടിക്കുന്നതിന് പകരം വേറെ ചിലതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യുക? ചെലവിടുക. ശ്രദ്ധിക്കണം. അതുകൊണ്ട് അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ അവിടെയുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുകയല്ല. എന്നാൽ ഒരു നിമിഷം ഒരു ഉദാഹരണം പറയട്ടെ. ഇപ്പോഴേ നമുക്കിവിടെ പെട്രോളിനൊക്കെ വില കുറവാണ്. അതുകൊണ്ട് പെട്രോൾ അടിക്കാൻ നാട്ടിലുള്ളത്രയുള്ള മനപ്രയാസം നമുക്കിവിടെ ഇല്ല. എന്നാൽ നാട്ടിൽ ഇവിടുത്തെ ഒരു കാർ കൊണ്ടുപോകുകയാണെന്നിരിക്കട്ടെ. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നോക്കിയപ്പം പെട്രോളിന് 55 രൂപ, ഡീസലിന് 35 ഉള്ളൂ. ഈ പെട്രോൾ കാറിനകത്ത് ഡീസൽ അങ്ങ് നിറയ്ക്കുകയാണെന്നിരിക്കട്ടെ. പെട്രോൾ കാറിനകത്ത് ഡീസൽ നിറച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആ എൻജിൻ it is not designed to accept diesel fuel. ഡീസൽ ഫ്യൂവൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന എൻജിൻ അല്ല അതിനുള്ളത്. മാനുഫാക്ചറർ പറഞ്ഞേക്കുന്നത് പെട്രോളെ ഒഴിക്കാവുന്ന. ഞാൻ എന്നാൽ എന്തോ ഒഴിക്കുന്നതെന്നറിയോ? ഡീസൽ. കാരണം ഇത് വില കുറവാണ്. ഇന്ന് പലരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. മാനുഫാക്ചർ കാറ്റലോഗ് തന്നിട്ടുണ്ട്, എന്താണ് ഈ എൻജിൻ എങ്ങനെയാ ഓടുന്നതെന്ന്, ഏത് ഫ്യൂവലായി ഇതിന് കൊടുക്കേണ്ടെന്നുള്ളത് എൻജിൻ നിർമ്മിച്ചയാൾ എഴുതി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഫ്യൂവൽ എന്താണെന്നറിയാം? പലപ്പോഴും പണ്ടൊക്കെ എനിക്കറിയത്തില്ല, ഒരാൾ പറഞ്ഞു ഇങ്ങനെ, എൻ്റെ പാസ്റ്ററെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും മനസ്സിൽ കൂടെ ഓടി നടക്കുന്നത് സ്ത്രീ. ഞാൻ ചോദിച്ചു അതെന്നാ? ആ പാസ്റ്റർക്ക് അറിയത്തില്ലേ? സ്ത്രീ എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട്, സ്ത്രീ. അപ്പൊ മനസ്സിൽ കൂടെ ഓടി നടക്കുന്നത് എന്തുവാ? സ്ത്രീ.
എന്തുകൊണ്ട് കർത്താവിന്റെ വചനം കേൾക്കാൻ ഇഷ്ടമില്ല? എന്തുകൊണ്ട് ദൈവഹിതം ചെയ്യുന്നത് നമുക്ക് കാമ്യമല്ല? ഡീസൽ നിറച്ചേക്കുകയാണ്. പക്ഷെ ഡീസലിൽ ഓടാനല്ല ഉണ്ടാക്കിയവൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഡീസലിൽ ഓടാനല്ല, പെട്രോളിൽ ഓടണം. പെട്രോളിൽ ഓടണമെങ്കിൽ പെട്രോൾ നിറയ്ക്കണം. പ്രിയമുള്ളവരെ, പലപ്പോഴും ഡീസൽ ഫ്യൂവൽ നിറച്ചാലും ആ ഗേജ് മോളി വന്നെന്ന് കാണിക്കും, നിറഞ്ഞിരിക്കുക, വി ആർ സോ ഫുൾ. പക്ഷെങ്കിൽ ദൈവഹിതം ചെയ്യാനുള്ള വാഞ്ച എവിടെ? നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എവിടെ? വിശുദ്ധ ജീവിതത്തിനായിട്ടുള്ള കാമ്യം എവിടെ? വിശുദ്ധ ജീവിതം സന്തോഷകരമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിന്റെ സാമീപ്യം ഏറ്റവും മധുരതരമെന്ന് വിശുദ്ധന്മാര് പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. പക്ഷെ നമുക്കതെങ്ങനെയാ? വൈ? We are so full of alternative things. എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ഫങ്ഷൻ ചെയ്യേണ്ടത് ഹല്ലേലൂയ എങ്ങനെയെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷൻ ചെയ്യാനായിട്ട് വേണ്ട ഇന്ധനങ്ങൾ നമ്മൾ കൊടുക്കണം. നമ്മുടെ പുതിയ നേച്ചർ, നമ്മുടെ പുതു മനുഷ്യൻ ദൈവഹിതം എന്ന ദൈവനീതിയാൽ മാത്രം ഫങ്ഷൻ ചെയ്യാനാണ് ഉടയവൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. വേറെ ഒന്നു കൊടുത്താലും ഇത് നടക്കത്തില്ല, മുൻപോട്ട് പോകത്തുമില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചില കുഞ്ഞുങ്ങൾ കരയുമ്പം ചില അമ്മമാരെന്നോ ചെയ്യുന്നറിയോ? പാസിഫയർ എന്നും പറഞ്ഞൊരു സംഗതിയുണ്ട്. ലിസൺ, അല്ല സോറി, ഇങ്ങോട്ട് നോക്ക്, കമോൺ ലിസൺ. പാസിഫയർ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതെടുത്ത് ഈ കുഞ്ഞിന്റെ വായിലോട്ട് വെച്ച് കൊടുക്കും. കുഞ്ഞ് കുറച്ച് ഇങ്ങനെ കുടിക്കും. കുടിച്ചു കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോൾ ഇത് ആരോഗ്യമുള്ള കുഞ്ഞാണെന്നെങ്കിൽ മനസ്സിലാകും ഇത് ഫേക്കാണെന്ന്. ഉടനെ കരയാൻ തുടങ്ങും. അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? മമ്മി, you shouldn't play with my emotions. Give me real milk. അല്ലേ? എൻ്റെ ഇമോഷൻസ് വെച്ച് പ്ലേ ചെയ്യാനൊന്നും ശ്രമിക്കണ്ട, റിയൽ മിൽക്ക് എനിക്ക് വേണം. അതാ അത് അർത്ഥമാക്കുന്നത്. എന്നാൽ രോഗമുള്ള കുഞ്ഞാണെങ്കിൽ എന്തോ എന്നറിയോ? ഈ പാസിഫയർ കൊടുത്താലും അതിന് ഓക്കെ. ഇന്ന് അനേക ഇടങ്ങളിൽ പാസിഫയേഴ്സ് മതി. How good, comfortable, അനുഗ്രഹിക്കും, വിടുവിക്കും. വേദപുസ്തകത്തിലുള്ള ഒരു വിടുതലേ ഞാൻ കാണുന്നുള്ളൂ. പാപത്തിൽ നിന്നുള്ള വിടുതൽ, വരുവാനുള്ള കോപത്തിൽ നിന്നുള്ള വിടുതൽ, ഈ ദുഷ്ടകാലത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ശ്രീ യേശു. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. Today's church is so complacent. അവര് തൃപ്തര. പാസിഫയിങ് സർമൺസ് മതി, പാസിഫയർ മതി. പാസിഫയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപദേശി 3 വർഷം അല്ലെ 30 വർഷമേലും വേണമെങ്കിൽ ഇവിടെ നിൽക്കാൻ ദോഹയിൽ. പക്ഷെങ്കിൽ പാസിഫയറും കൊണ്ട് നടക്കാനല്ല ദൈവം തന്റെ ദാസന്മാരെ അയച്ചിരിക്കുന്നത്. റിയൽ തിങ്, റിയൽ മിൽക്ക് വേണം. കാരണം ഫേക്ക് ഫുഡ് കൊടുത്താൽ ആരോഗ്യം ഉണ്ടാകത്തില്ല. വിശപ്പ് അങ്ങനെ തന്നെ നിൽക്കും. പ്രിയമുള്ളവരെ, പലർക്കും വിശപ്പ് റോങ് കാര്യത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പാ, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിശപ്പാ. ശരിയായിട്ടുള്ള വിശപ്പാണോ? നമ്മൾ കണ്ടില്ലേ ഈ ബഗേഴ്സിനെ, വിശക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരും. ഇവിടെങ്ങുമില്ല, ബോംബെയിലൊക്കെ ഒത്തിരി ഉണ്ട്. ഇവൻ ശരിക്കും വിശപ്പുള്ളവനാണോ എന്ന് അറിയണമെങ്കിൽ എന്താ മാർഗം എന്നറിയോ? ശരിക്കും വിശന്നിട്ടാണോ ഇവൻ വരുന്നതെന്ന് അറിയണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവനെ കൊണ്ട് ഹോട്ടലിൽ കൊണ്ടുപോയി ഇച്ചിരി ഭക്ഷണം മേടിച്ചു കൊടുക്കുക.
അപ്പോൾ അറിയാം അവൻ. ഞങ്ങളൊരിക്കൽ, ഞാൻ യവത്മാളിലായിരുന്ന സമയത്ത്, യവത്മാൾ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിൽ 2 വർഷം ഞാനായിരുന്നു. അപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ഞങ്ങൾക്ക് അവിടെ ഒരു സർവീസ് ഉണ്ട്. ഉച്ച കഴിഞ്ഞ് വർധ എന്ന് പറയുന്ന വലിയൊരു മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഉണ്ട്, അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ രാവിലെ മീറ്റിംഗ് 9 മണിക്ക് ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാനും ഒരു സഹോദരനും കൂടെ വർധയ്ക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വന്നത്. ഒരു മനുഷ്യൻ വന്നു, സാറേ എന്തേലും തരാം. ഈ സഹോദരങ്ങൾ ഭയങ്കര മനസ്സലിഞ്ഞു. 5 രൂപ എടുത്ത് അന്നേരം കൈ കൊടുത്തു. ഈ മനുഷ്യൻ ചെയ്തത് കണ്ട് ഞാൻ അങ്ങ് അമ്പരന്ന് പോയി. ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ദാരൂദൂക്ക എന്ന് പറഞ്ഞറിയാമോ? ശരാബ് എന്തോ പറയുന്നേ, ചാരായം. ഇതുകൊണ്ട് ആൾ നേരെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി, അങ്ങോട്ട് കയറുന്ന കണ്ടു. See, many are hungry for the wrong things. പലർക്കും ഹംഗ്രിയാ. കുടുംബ പ്രാർത്ഥന പോലും സോപ്പ് സീരിയൽസിന്റെ സമയക്രമം അനുസരിച്ച് കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ക്രമീകരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. They are so hungry somehow. കർത്താവിന്റെ കാര്യം അങ്ങ് ഒപ്പിച്ചേച്ച്, അയ്യോ എന്തോ ഒരു ആശ്വാസം. എന്റെ പ്രിയരെ, we are hungry for the wrong things. നാം മനസ്സിലാക്കണം. എന്നാൽ യേശു പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ. ദാവീദ് പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. അവൻ പച്ചയാകുന്ന പുൽപ്പുറത്തേക്ക് അവിടെ എന്നെ കിടത്തുന്നു, സ്വച്ഛതയുള്ള ജലത്തിനരികത്തിലേക്ക് എന്നെ നയിക്കുന്നു. ഫോർ എവർ എന്റെ ജീവകാലമൊക്കെയും ഞാൻ ആ ഇടയനെ പിൻപറ്റുകയാണ്. കാരണം അവനാണ് എന്നെ തൃപ്തി വരുത്തുന്നവൻ. എന്റെ പ്രിയരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ അങ്ങനെ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവന് തൃപ്തി വരുമെന്നാ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. തൃപ്തി വരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ ആസ്വദിക്കാൻ തുടങ്ങിയാലുള്ള സവിശേഷത എന്താണെന്നറിയാം? ആത്മീയ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയാലുള്ള സവിശേഷത എന്ന് പറഞ്ഞാൽ, the more you drink, the more you eat, the more you want again. കഴിക്കുന്തോറും പിന്നെ എന്താണെന്നറിയോ? കർത്താവിനെ അനുഭവിക്കാൻ തുടങ്ങിയ ഭക്തന്മാർക്കെല്ലാം അതായിരുന്നു അവരുടെ വാഞ്ച. പൗലോസിനോട് ചോദിക്ക്, മോശയോട് ചോദിക്ക്, ദാവീദിനോട് ചോദിക്ക്, അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവകാലമൊക്കെയും അവൻ്റെ ആലയത്തിൽ പാർക്കാൻ, അവൻ്റെ മനോഹരത്വം കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാ. ഒറ്റ കാര്യം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം നീതി വസിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി കാത്തിരിക്കുകയാ. അന്നേ പൂർണ്ണമായിട്ട് നമുക്ക് റിയലൈസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇവിടെ വന്ന് ഒരു പ്രസംഗം കേട്ടത് കൊണ്ടൊന്നും ഈ വിശപ്പുണ്ടാകണമെന്ന് കാര്യമില്ല. പെട്ടെന്ന് ഒരു ഉദാഹരണം അങ്ങ് പറയാം. നമ്മളൊരു ഹോട്ടലിൽ പോകുന്നു. ഹോട്ടലിൽ ചെല്ലുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മെനു കാർഡ് തരും. മെനു കാർഡ് വായിച്ചു നോക്കും. എല്ലാം നന്നായിട്ടിരുന്ന് ശ്രദ്ധയോടെ പഠിക്കും. വേദോത്സവം എടുത്ത് 10 മിനിറ്റ് വായിക്കാൻ പ്രയാസമുള്ളവരാണേലും അവിടെ ചെല്ലുമ്പോൾ മെനു കാർഡ് കിട്ടിക്കഴിയുമ്പം ശ്രദ്ധയോടെ വായിക്കും. വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റർ വരും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനാ. വെയിറ്ററിനോട് ചോദിക്കും, ഇതെന്തുവാ അതെന്തുവാ. വെയിറ്റർ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതെന്തുവാ, പാലക്കാടൻ ഫിഷ് കറിയോ? ഓക്കെ. ഇതെങ്ങനെയാ ഉണ്ടാക്കിയ? ഓക്കെ. അതെല്ലാം വ്യക്തമായിട്ട് വിവരിച്ചു തരും. ഓക്കെ. എന്നോ മെനു അതല്ലേ. പിന്നെ ആ വെയിറ്റർ, അയ്യോ എത്ര മനോഹരമായിട്ടാ പറഞ്ഞത്. എന്നാ ചല്ലോ നമുക്ക് വീട്ടിൽ പോയേക്കാം ഇല്ലേ? എന്നോ മെനുവാ. പിന്നെ വെയിറ്റർ പറഞ്ഞത് എത്ര
അത്ര ഉഗ്രനായിരുന്നു. ഓ, എന്നാ വീട്ടിൽ പോയേക്കാം. അങ്ങനെ പോയാൽ ഒരു പ്രയോജനമില്ല. പിന്നെ എന്തോ വേണമെന്നറിയാമോ? നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇത് ആസ്വദിക്കാൻ തുടങ്ങണം. ഇന്ന് പലർക്കും പറ്റിയേക്കുന്ന കുഴപ്പം എന്നറിയാമോ? വൺസ് ഇൻ എ വീക്ക് വരും, വെയിറ്ററിനോട് ചോദിച്ചില്ലേലും വെയിറ്റർ പറയുന്നത് ഞങ്ങൾ കേട്ടേക്കാമേ എന്ന് പറഞ്ഞിരുന്ന് കേൾക്കും. പക്ഷെങ്കിൽ ഇത് തിന്നാനുള്ള മനസ്സ് നമുക്കില്ല. പ്രിയമുള്ളവരെ, ഇത് തിന്നാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം നാം ഒരിക്കലും തൃപ്തരാകാൻ പോകുന്നില്ല. ഒരിക്കലും തൃപ്തരാകാൻ പോകുന്നില്ല. ഞാൻ അഗൈൻ പറയട്ടെ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇന്ന് പലർക്കും ഇല്ലാത്തത് എന്താ? ഈ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയിൽ നടക്കാത്തത് എന്താ? We have so little appetite for God. ദൈവത്തോട് നമുക്ക് വളരെ ചെറിയ വിശപ്പേ ഉള്ളൂ. ഇനി വിശപ്പുണ്ടാകാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതുകൂടെ പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യാം. വിശപ്പുണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ടത്, ഒന്ന്, നമ്മളിവിടെ വായിച്ചതാകുന്ന ഈ ഭാഗം തന്നെ വീണ്ടും മടങ്ങി വരിക. ഇവിടെ മുകളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും ഇവിടെ കേൾക്കണേ. കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ പിന്നെ സമയം തരാം. പ്ലീസ് പ്ലീസ്, വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. 3 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, 1, ആത്മാവിൽ ദരിദ്രൻ, ദാരിദ്ര്യാവസ്ഥ മനസ്സിലാക്കണം. 2, ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. ദരിദ്രാവസ്ഥ മനസ്സിലാക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് ദുഃഖമുണ്ടാകണം, കരച്ചിൽ വരണം. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കരച്ചിൽ വരാറുണ്ടോ? അതോ ലോകപ്രകാരമുള്ള ദുഃഖമാണോ നമുക്കുള്ളത്? പിന്നെ ആ തിരിച്ചറിവ് വരുമ്പം അത് നമ്മളെ സൗമ്യതയുള്ളവരാക്കും. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, കർത്താവേ നിന്റെ നീതിയാൽ എന്നെ നിറയ്ക്കണമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പറയാനായിട്ട് നമ്മൾ തുടങ്ങും. അപ്പൊ വിശപ്പ് വരാൻ ഒന്നാമത്തെ വഴി അതാ. രണ്ടാമത്തെ വഴി എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ടാമത് ഏറ്റവും നല്ല വഴി എന്നാണെന്നറിയോ? വിശപ്പുണ്ടാകാൻ നല്ല കുക്കിംഗ് നടക്കുന്നതിൻ്റെ അടുത്തൂടൊക്കെ ഒന്ന് പോയാൽ മതി. നന്നായിട്ട് പാചകം ചെയ്യുന്നിടത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അരോമ, സ്മെല്ലൊന്ന് അടിക്കുമ്പം തന്നെ എന്താ ഉണ്ടാകുമെന്നറിയോ? ഹങ്കർ പാങ്സ് ഉണ്ടാകാൻ തുടങ്ങും, വിശപ്പുണ്ടാകാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയാമോ? ഈ പാസിഫയറിൻ്റെ പുറകെ പോകാതെ പുസ്തകം പഠിപ്പിക്കുന്നിടത്ത് പോകാൻ നമ്മൾ ഒരുങ്ങണം, വിശപ്പുണ്ടാകണമെങ്കിൽ. വെള്ളിയാഴ്ച മാത്രം കേട്ടത് കൊണ്ടായില്ല. പ്രിയമുള്ളവരെ, as often as we can. ഇവിടെ തിങ്കളാഴ്ചയും ഒരു കുക്കിംഗ് ക്ലാസ് കിടക്കുന്നുണ്ട്. അവിടെ ഒരു ഗ്രേറ്റ് ഷെഫ് വരുന്നുണ്ട്, ഗ്രേറ്റ് ഷെഫ്. അതിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു അണ്ടർ ഷെഫും അവിടെയുണ്ട്. ആ ഗ്രേറ്റ് ഷെഫ് പറയുന്നത് എല്ലാം ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നില്ല, എങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഷെഫ് അവിടെയുണ്ട്. Come for the Bible class. You will have hunger for God. ദൈവത്തോട് വിശപ്പുണ്ടാകണമെങ്കിൽ വചനം കേൾക്കാൻ വാ, പാസിഫയറിന്റെ പുറകെ പോകരുത്. അതാണ് നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന തിരുവചനത്തെ അടിയനെ നിവർത്തിക്കണമേ, നിന്നോടുള്ള ഭക്തി. അപ്പൊ നമ്മൾ പറയൂ, ഇതൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഈ ഷെഫിനാണെന്നുണ്ട്, ഈ അണ്ടർ ഷെഫിനെന്നും നിത്യതയും കർത്താവിൻ്റെ വരവും ദൈവഹിതവും ഇതൊക്കെ പറയാനുള്ളൂ. ബ്ലാൻഡ് ഫുഡ്, ബ്ലാൻഡ് ഫുഡ്. ഓക്കെ, ഐ അഗ്രി. മനസ്സിലാകുന്നില്ലായിരിക്കാം. പക്ഷെങ്കിൽ ഇതാ വേണ്ടിയ ഫുഡ്. ഈ വേണ്ടിയ ഫുഡ് ആദ്യമൊക്കെ അല്പം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും കുറേശ്ശെ അങ്ങോട്ട് ഫീഡ് ചെയ്യാൻ തുടങ്ങും. ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം കൂടെ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ
എൻ്റെ ബ്ലഡൊക്കെ പരിശോധിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് ഒത്തിരി കൂടുതലാണ്. ഡോക്ടർ പറഞ്ഞു എക്സർസൈസ്, ഫുഡ് ക്രമീകരിക്കണം. ഞാൻ നിശ്ചയിച്ചു എനിക്ക് ഏറ്റവും രുചിയുള്ള ഫുഡെല്ലാം ഞാൻ അങ്ങ് ഒഴിവാക്കാൻ പോയി. ഇനിയും തൊട്ട് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഒരു ഓട്സിൻ്റെ ടിന്നും മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞു ഇന്ന് മുതൽ ഇത് കഴിക്കാൻ പോന്നേ. ആദ്യത്തെ ദിവസം തന്നെ പുള്ളിക്കാരി ഒരു വലിയ ചരുവം നിറച്ച് തിളപ്പിച്ചുകൊണ്ടൊക്കെ തന്നു. 2-3 സ്പൂൺ കുടിച്ചപ്പോഴത്തേലും മതിയായി. എന്നാ പിന്നെ കുറേശ്ശെ കഴിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയോ, ഇപ്പൊ എനിക്ക് ഓട്സ് ഇഷ്ടമാ. ഐ എൻജോയ് ദ ടേസ്റ്റ്. ഹൗ? കുറേശ്ശെ കഴിക്കാൻ തുടങ്ങിയപ്പം സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ സിസ്റ്റം അതിനോട് യോജിക്കാൻ തുടങ്ങി. എൻ്റെ ടേസ്റ്റ് ബഡ്സ് അതിനനുസൃതമാകാൻ തുടങ്ങി. അപ്പം നിത്യതയും കർത്താവിൻ്റെ വരവും ദൈവഹിതവും വിശുദ്ധ ജീവിതവും ഇല്ലാത്തവരെ കുറേശ്ശെ എടുക്കുക, അത് ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. കുറേശ്ശെയായിട്ട് നമ്മൾ എടുക്കണം. പ്രിയമുള്ളവരെ, ഹോസ്പിറ്റലിൽ ഒരുവനെ അഡ്മിറ്റ് ചെയ്ത അവന് രോഗമായിട്ട് അവനെ അഡ്മിറ്റ് ചെയ്ത വിശപ്പെന്ന് പറയുന്ന സാധനമേ ഇല്ല. അപ്പോൾ അവിടുത്തെ ഡോക്ടർ ചിന്തിക്കുന്നു, അവന് വിശപ്പില്ലല്ലോ, ഇനി അവന് ഒരു ഫുഡും കൊടുക്കണ്ട എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന ഡോക്ടേഴ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ ഡോക്ടർ എന്താ ചെയ്യുമെന്നറിയാമോ? അവൻ ഓറലി എടുക്കാൻ അവന് കഴിയത്തില്ല. എന്നെ എടുത്താലും ഛർദ്ദിക്കുക. നിത്യജീവനെ കുറിച്ച് പറഞ്ഞാലും ഛർദ്ദിക്കുക. വിശുദ്ധ ജീവനും, കാരണം സിസ്റ്റം അതിനോട് യോജിച്ചതല്ല, അതങ്ങോട്ട് എടുക്കാൻ ഒക്കത്തുമില്ല. ഛർദ്ദിക്കുക, എന്തോ എടുത്താലും ഓക്കാനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഐ വിൽ നോട്ട് അക്സെപ്റ്റ് ദാറ്റ്. ഒരു കാര്യം ചെയ്യേ, ഒരു ട്യൂബ് മൂക്കിനകത്തൂടെ അങ്ങോട്ട് കയറ്റിയിട്ട് ഫോഴ്സ് ഫീഡ് ചെയ്യാൻ തുടങ്ങും. ഫോഴ്സ് ഫീഡ് എന്താ അതിൻ്റെ ടെക്നിക്ക് എന്നറിയാമോ? എനിക്കറിയത്തില്ല, ഞാൻ പറയുന്നത് തെറ്റാന്നോന്ന് അറിയത്തില്ല. മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു തിരുത്താണ്, ഞാൻ മനസ്സിലാക്കി അങ്ങ് പറയാം. അതിൻ്റെ ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. ഫോഴ്സ് ഫീഡ് ചെയ്ത് ആ സിസ്റ്റം അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഉള്ളതാകുന്ന ഒരു പദ്ധതിയാണ്. സ്ലോലി അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ കിക്ക് ഇൻ. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിത്യജീവൻ വേണോ? കർത്താവിൻ്റെയോടൊപ്പം പോരണമോ? ഇന്ന് തുടങ്ങ്, ഫോഴ്സ് ഫീഡ് ചെയ്യാൻ തുടങ്ങ്. നാച്ചുറലി മറ്റേതൊക്കെയാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം, പക്ഷേ ഇതങ്ങോട്ട് ഫോഴ്സ് ഫീഡ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ അങ്ങോട്ട് ഫീഡ് ചെയ്യാൻ തുടങ്ങ്. കുറച്ച് കഴിയുമ്പോൾ സിസ്റ്റം അതിനനുസൃതമായിട്ട് വിശക്കാൻ തുടങ്ങും. പിന്നെ പാസിഫയറും കൊണ്ടൊന്നും തൃപ്തി വരത്തില്ല, ശരിയായിട്ടുള്ള ഫുഡ് തന്നെ വേണം. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആദ്യം ഒരധ്യായമൊന്നും വായിക്കാൻ പറ്റിയെന്ന് വരികയില്ല, എന്നാൽ ഒരു വാക്യം വായിച്ചു തുടങ്ങി. ആദ്യം 1 മണിക്കൂറൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരികയില്ല, എന്നാൽ 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് മുട്ടുമടക്കി പുസ്തകത്തിന്റെ മുന്നിൽ ഇരിക്ക്. തുടങ്ങ്, ഫോഴ്സ് ഫീഡ് ചെയ്യ്. നിന്നെ ആത്മീകമായിട്ട് നിന്റെ ചിന്തകളെ കൊണ്ടുപോകുന്ന പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങ്. മറ്റേ സാധനം അങ്ങ് അടച്ചു വെക്ക്. അതെപ്പം തുറന്നാലും അതിനകത്ത് ചവറേ ഉള്ളൂ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഇന്നത്തെ പകൽ സമയം ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധാനത്ത് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മോട് സംസാരിച്ചെങ്കിൽ ഒരു നിമിഷം ദൈവത്തോടുള്ള നമ്മുടെ ദാഹമെന്ത്, വാഞ്ചയെന്ത്, ദൈവഹിതം ചെയ്യാനുള്ള ആഗ്രഹം എത്രത്തോളമുണ്ട്, വിശപ്പായിട്ട് ദാഹമായിട്ട് അത് നമ്മിലുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവേ അതെനിക്ക് തരണമേ. ഹല്ലേലൂയ, സ്തോത്രം. അവിടുത്തെ വിശുദ്ധന്മാര് അനുഭവിച്ചതാകുന്ന, അവർ പറഞ്ഞതാകുന്ന ഈ കാര്യങ്ങൾ എൻ്റെ അനുഭവമല്ല, എനിക്കത് അന്യമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ എനിക്കത് അനുഭവമാക്കി തീർക്കാൻ തക്കവണ്ണം നിന്റെ കൃപയാൽ, നിന്റെ ആത്മാവിനാൽ, നിന്റെ ശക്തിയാൽ, നിന്റെ വചനത്താൽ നീ എന്നെ സഹായിക്കണമേ.
ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവസന്നിധാനത്തിൽ അവരവരെ തന്നെ സമർപ്പിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ